അതെ 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 ആയിക്കോട്ടെ. വണ്ടി നോക്കി, എൻ്റെ ഒരു പരിചയക്കാരനാ വരുന്നത്. അല്ല ഇതാരാ? എത്ര കാലമായി കണ്ടിട്ട്. എടോ ഞാനേ എയർപോർട്ട് വരെ ഒന്ന് പോയതാ. അവൻ അമേരിക്കയിലല്ലേ, അവനെ ഇങ്ങോട്ട് ആക്കാൻ പോയതാന്ന്. സത്യത്തിലേ സാറിനെ കണ്ടിട്ട് എനിക്ക് മനസ്സിലായി. എടോ നമ്മൾ തമ്മിൽ കണ്ടിട്ട് കുറെ നാളുകളായില്ലേ? കുറെ കാലമാവും. താന് ഇവിടെ അടുത്ത് എങ്ങോട്ടല്ലേ താമസിക്കുന്നത്? അതെ, ഇവിടുന്ന് മൂന്നാമത്തെ വീട്. ഉറുപ്പത്തെ എന്റെ വീട്ടിൽ വന്നിട്ടുണ്ടല്ലോ. എന്നോട് വന്നിട്ടുണ്ട്. അതുകൊണ്ടാ ഞാൻ ഇവിടെ വന്നപ്പോഴേ തന്റെ കാര്യം പ്രത്യേകം ഓർത്തു. അതുകൊണ്ടാ അവരോട് വണ്ടി നിർത്താനും പറഞ്ഞത്. ഈ ഹൈവേയുടെ പണി ഉള്ള വണ്ടി മുഴുവൻ ഇതിനെയാ പറഞ്ഞു. അതാണ് ഞാൻ കാണാൻ പറ്റിയല്ലോ. സന്ദേശം സന്ദേശം. കഴിഞ്ഞ തവണ നമ്മളൊന്ന് കാണുമ്പോഴേ ഞാൻ ബാംഗ്ലൂരല്ലായിരുന്നു. അവൻ അവിടെ നിന്നൊക്കെ ചാടി USA അവിടെ. മോൻ അമേരിക്കയിൽ എവിടാന്നാ പറഞ്ഞു? എടോ ഈ കാലിഫോർണിയ. അത് ശരി, 3 വർഷമായി പോയിട്ട്. അത് ശരി. കമ്പനിയിലാവാൻ ജോലി. എടോ അവൻ എഴുതണ്ടി ഈ ഗൂഗിളോ ആദ്യം തന്നെ അത് വലിയ കമ്പനിയാണല്ലോ. മാസത്തിലൊന്ന് വരും. 15 ലക്ഷം രൂപ ശമ്പളം. പിന്നെ വരുമ്പോ പിന്നെ പറയാൻ പറയാത്തല്ലോ. അതുകൊണ്ട് കുറുപ്പദ്ദേഹത്തിന്റെ മകളിപ്പോ എവിടെയാ? എടോ അവള് വെളിയിലാണോ? പിന്നെ എടോ ഈ ഉഗാണ്ട. തന്നെ. എന്തായാലും കുറുപ്പദ്ദേഹം ഒരു ഭാഗ്യവാൻ തന്നെ. വയസ്സുകാലത്തെ ഒന്നുമില്ലേലും സുഖമായിട്ട് കഴിയാമല്ലോ. എടോ ജീവിതത്തിൽ ഒരു പ്ലാനിങ് ഒക്കെ വേണം. അതെനിക്കുണ്ടെന്നുള്ളത് തനിക്കറിയാമല്ലോ. അല്ലെ, കുറുപ്പദ്ദേഹത്തിന്റെ മകന്റെ വിവാഹം കഴിഞ്ഞു. പറ്റിയൊരു ബന്ധം വരണ്ടേടോ. എന്റെ ഭാര്യയാണെങ്കിൽ കൊണ്ടുവരച്ചോ വിവരാലോചന. കുറുപ്പദ്ദേഹത്തിന്റെ സ്റ്റാറ്റസ് അനുസരിച്ചുള്ള ബന്ധം വേണ്ടേ? അതെന്നാ പ്രായം? അത് ഇപ്പോഴത്തെ പിള്ളേരെ സംബന്ധിച്ചോളം അമ്മ പറയുന്നു ഇഷ്ടപ്പെടത്തില്ല. അതായപ്പോഴത്തെ പിള്ളേരുടെ കണ്ടീഷൻ. പിന്നെ ഞാൻ വളർത്തിയത് വരച്ച വര നിർത്തിയാ വളർത്തിക്കളഞ്ഞു. എനിക്കറിയാമല്ലോ. അപ്പൊ മിടുക്കനാണോ ഞാൻ പറയുന്നതിൽ. അപ്പൊ അതെ, തന്റെ മകന് എന്റെ മകന് BEd പാസ്സായി ഒരു സ്കൂളിൽ ജോലി ചെയ്തു. തന്നോട് ഞാൻ അന്നേ പറഞ്ഞില്ല അതിന് വിടാതെ വലിയ എഞ്ചിനീയറിങ്ങിനും വിടാൻ. അധ്യാപകനൊക്കെ എന്നാ ശമ്പളം കിട്ടാൻ? എന്റെ മകൻ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലല്ലോ കാര്യങ്ങൾ നടക്കും. ഓരോരുത്തരുടെ തലയിലെടുത്ത് പോരാ. എന്തുകൊണ്ട് തലയിലെടുത്തതോ? ഞാൻ അന്ന് പറഞ്ഞതുപോലെ തന്റെ മകനെ എഞ്ചിനീയറിംഗ് വിട്ടിരുന്നെങ്കിൽ അവനും എത്ര രൂപ ശമ്പളക്കാരനായേനെ. ഇവിടെ എന്റെ മക്കളുടെ ഭാവി താൻ തന്നെ തൊഴിച്ചു. പിള്ളേരുടെ താല്പര്യം കൂടെ നമുക്ക് നോക്കണ്ടേ കുറുപ്പദ്ദേഹം? മക്കളുടെ ഭാവി നമ്മളല്ലേ തീരുമാനിക്കേണ്ടത്. അതിരിക്കട്ടെ, തനിക്ക് 2 മക്കളാണെന്ന്. 2 മക്കള്. രണ്ടാമത്തേത് അയ്യോ, അത് മോൾ അവിടെ BEd പാസ്സായി ജോലിയായി കല്യാണം കഴിച്ചു. അവര് കുടുംബമായിട്ട് ജീവിക്കുന്നു. അപ്പൊ എന്റെ കുടുംബം ഒരു അധ്യാപക കുടുംബം അല്ലേ? അതെ. റിട്ടയർ ചെയ്ത് കഴിഞ്ഞിട്ടേ വേറെ വല്ല ജോലിക്കും പോകുന്നുണ്ടോ? ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു. ഉള്ള പെൻഷന് മാറ്റി സമാധാനമായിട്ട് ഇരിക്കാമല്ലോ. പക്ഷേ ശമ്പളം ഇല്ലാത്ത പണിയാണേ ഉള്ളൂ. അതെന്താണ്? ഏതായാലും നന്നായിടും. സാറും ഭാര്യയും കൂടെ ഒന്ന് വിദേശത്തൊക്കെ ഒന്ന് പോകാൻ ചെയ്ത മക്കളെടുത്ത് ഒത്തിരി ലോണൊക്കെ ഒന്ന് കാണാമല്ലോ. എല്ലാരും വിളിക്കുന്നുണ്ടോ? ആരോഗ്യം പോകുന്നതിന് മുമ്പ് ഒന്ന് ചുറ്റിയൊക്കെ കറങ്ങിയിട്ട് വരാം. അപ്പൊ പിന്നെ
ഇടുവാ തൻ്റെ ആ. ഈ നമ്പർ 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 ആയിക്കോട്ടെ 9898 9 98 8 984 4 4 7 474 7 4 28 അല്ല 474 4 7 4 ആ 14 14 1 4 8 8 8 3 124 അല്ലേ 8 8 8 ആ 8 8 8 8 8 ആ അത് വിളിച്ചാൽ മതി. ഇത് ഞാൻ അങ്ങോട്ട് വിളിച്ചാൽ മതി ആള് വരും ആള് വരും പിന്നെ ആ. ഞാൻ പോയി വന്നിട്ട് എന്നെ ഞാൻ ഒന്ന് വിളിക്കും വിളിക്കണം സന്തോഷം സന്തോഷം ശരി ശരി അടക്കല്ലേ അടക്കല്ലേ ഓഫീസിലോട്ടാ നീ ഞായറാഴ്ച ആയിട്ടുണ്ടോ സാർ നമുക്ക് ഞായറാഴ്ച എന്നോ അങ്ങനെ വല്ലതും ഉണ്ടോ? എല്ലാ ദിവസവും ജോലി പോകണം. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനമേ അതുപോലുള്ളൊരു സ്ഥാപനം. അതുകൊണ്ട് എന്തോ പരിപാടി എങ്ങോട്ട് പോകണം? ഞാൻ മാർക്കറ്റ് വരെ പോകാറിയാം സാർ. ഇപ്പം ആ കാറിൽ അങ്ങോട്ട് പോയതേ നമ്മുടെ പൊങ്ങച്ചക്കുറുപ്പല്ലേ തന്നെ തന്നെ ആരോടിക്കുന്ന ഞാൻ കണ്ടു. നിങ്ങൾക്ക് ഇപ്പോഴും എന്തോ ആ തള്ളൊക്കെ അദ്ദേഹത്തിന്റെ പൊങ്ങച്ച വർത്തമാനത്തിന് ഇപ്പോൾ ഒരു കുഴപ്പമില്ല, അതുപോലെ തന്നെ. പിന്നെ അദ്ദേഹത്തിന്റെ മോനങ്ങ് അമേരിക്കയില 15 ലക്ഷം രൂപ മാസ ശമ്പളം ഒന്നും എൻ്റെ അടുത്ത് ഇപ്പൊ പറഞ്ഞിട്ട് പോയതേ ഉള്ളൂ. ഉറുപ്പേ ഈ പൊങ്ങച്ചൻ പറയുമെങ്കിൽ കള്ളം പറയരുത്. അതേ ഒരു മഹാഭാഗ്യവാനല്ല. നമ്മൾ അസൂയപ്പെട്ടിട്ട് ഒരു കാര്യമില്ല സാറിനെ. ഞാൻ അങ്ങോട്ട് വിടണോ? ബസ് സ്റ്റാൻഡ് വരെ ആക്കാം. ഇന്ന് ഞായറാഴ്ചയല്ലേ, എനിക്ക് 100 കൂട്ടം കാര്യങ്ങളുള്ളതാണ്. ഞാനേ നടന്നുകൊണ്ട് പോയിക്കോളാം. ഒന്നിൽ രാവിലെ കുറച്ച് നടത്തിയാവും, ഒരു എക്സസൈസ് കൂടാ. സാറിന്റെ ഓഫീസിൽ വരണം ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിക്കും സാറേ. അതോ? അതിന്റെ എന്നേ വരെ ആ ഓൾഡേജ് ഹോമേ കണ്ടിട്ട് ഒന്ന് വന്ന് നോക്ക്. അപ്പം തനിക്ക് മനസ്സിലാവും എന്താണ് ഓൾഡ് ഏജ് ഹോമെന്ന്. പിന്നെ വിളിച്ചിട്ടേ വരാവൂ കേട്ടാ. ശരി. ഇന്ന് 12 മണിയാകുമ്പോൾ ഡോക്ടർ വരും. ആൾക്ക് കാണേണ്ടവരെയൊക്കെ ആളി വന്നിരിക്കാൻ പറയാം. അത് താൻ ബുദ്ധിമുട്ട് ചെയ്യുന്നത് കേട്ടോ. അതിരുന്നാ മതി. എനിക്ക് കൂടെ ഡോക്ടർ ഇതൊക്കെ കുഴപ്പം ആണല്ലോ. എടോ വയറിറങ്ങി ആഹാരം കഴിക്കണം. ഇവിടെ മെച്ചപ്പെടുത്ത സാധനം എല്ലാം അവിടുത്തെ വയറ്റോട്ട് തള്ളിയാലേ ഇതുപോലെ ആന്തലും ഒക്കെ ഉണ്ടാവും. മനസ്സിലായോ? സാറിന് എന്ത് പറഞ്ഞാലും എനിക്കറിയാം. എനിക്ക് വിശപ്പിന്റെ അസുഖം സാറിന് ഞാൻ ഈ ജീവിക്കാൻ വേണ്ടി ഇവരെ കഴിക്കുന്ന ആൾക്കല്ലല്ലോ, കഴിക്കാൻ വേണ്ടി മാത്രം ജീവിക്കുന്നത്. അതാ കുഴപ്പം. രാവിലെ എല്ലാവരും ഭക്ഷണം കഴിച്ചാൽ എല്ലാരും ഒരു പരാതി ഉണ്ടാവരുത്. കിച്ചണി എല്ലാവരും ഉണ്ടല്ലോ. എല്ലാരും ഉണ്ട് സാർ. ചായ ചായ പഞ്ചാര ഇടണ്ട. ശരി ശരി. AC റൂമൊക്കെ വൃത്തിയാക്കുന്നല്ലോ. ഏതോ വലിയ പാർട്ടിയെ കണ്ട വരുന്നുണ്ടെന്നു. ഏതോ പുതിയൊരു അഡ്മിഷൻ വരുന്നെന്ന് പറഞ്ഞു. എന്റെ മേളകളെ കാണിച്ചോണ്ടിരിക്കുന്നത്. അത് ശരി. നമ്മുടെ പട്ടാളത്തിനെ കാണുന്നില്ലല്ലോ. പട്ടാളം രാവിലെ എക്സസൈസ് ചെയ്യാൻ പോയിരിക്കുക. വരുന്നത് താണ്ട, നമ്മൾ താണ്ട വന്നോണ്ടിരിക്കുന്നത്. നമസ്കാരം. ഹലോ നമസ്തേ. എക്സസൈസ് ഒക്കെ കഴിഞ്ഞു. ഉക്കിടാക കൂജന്തി സ്മരമോകവും ഉക്കടന്തം കുജന്തം. നേരം വെളുത്താലേ കോഴി കൂവും. കോഴി കൂവിക്കഴിഞ്ഞിരുന്നാൽ കിടക്കാൻ പാടില്ല. മനുഷ്യൻ വ്യായാമം ചെയ്യണം. വൃദ്ധസാലത്തിൽ താമസിക്കുന്നത് കുറച്ചിലായിട്ടാണ് എല്ലാവർക്കും തോന്നുന്നത്. നമുക്കിവിടെ സന്തോഷമാണെന്ന് നമുക്കല്ലേ അറിയും. ഭാര്യ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലൊരു വിലയും. നമ്മളവിടെ സംസാരിക്കാനും പോലും ആരും ഉണ്ടാകത്തില്ല സാറേ. അതാണ് നമ്മുടെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളെപ്പോഴും ഒരു അധികപ്പറ്റ് തന്നെ സാറേ. നമ്മളെ ഒരു അധികപ്പറ്റായിട്ട് തോന്നിയാൽ ഇതുപോലുള്ള വൃദ്ധസ്ഥാനങ്ങളിലും വന്ന് നമ്മൾ താമസിക്കും. പല വീടുകളിലും വയസ്സ് ചെയ്യുന്ന ആൾക്കാരെ TV കാണാൻ പോലും അനുവദിക്കുന്നില്ല. കുട്ടികൾക്ക് പഠിക്കണം പോലും. നമുക്കുള്ള വസ്തുക്കളൊക്കെ വിറ്റിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം. ഇതുപോലുള്ള സ്ഥാപനങ്ങൾ ധാരാളം നമ്മുടെ നാട്ടിലുണ്ട്. നമ്മുടെ എവിടെയെങ്കിലും അഭയം പ്രാപിച്ച് സുഖമായി ജീവിച്ചുകൂടെ? നമുക്ക് ഭക്ഷണം കഴിക്കണ്ടേ? പിന്നെ കൃത്യസമയത്ത് ആഹാരം, നല്ല ഡോക്ടറുടെ സേവനം, നല്ല ഉറക്കം. ഇതിൽ വരും പിന്നെ എന്തോ വേണം നമുക്ക്. ഇതിൻ്റെ വലിയൊരു അനുഗ്രഹം. ഇവിടെ വന്നത് തന്നെ നമുക്കൊരു ഭാഗ്യമാണ്. നമ്മുടെ ജീവിതത്തിൽ പറ്റിയ ഏറ്റവും നല്ലൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. ഭക്ഷണം കഴിക്കണ്ടേ? ശരി.
ആ ഹലോ, എടോ ഞാൻ കുറിപ്പാടോ. ഇത് എവിടെ? ഗോപി, ഞാനൊരു വിദേശ യാത്ര പോകുവാടോ. ഓ അത് ശരി, നല്ല കാര്യമാണല്ലോ. ആദ്യം മകള് നിൽക്കുന്ന ഉഗാണ്ടായില്, അത് ശരി. അത് കഴിഞ്ഞിട്ട് മകന്റെ ഇടത്തിലോട്ട് ഒന്ന് പോണം. ഗുരുദേവ് എന്നാ പോന്നേ? വരിയുണ്ടല്ലോ അല്ലേ? അടുത്ത ശനിയാഴ്ച നാ വെച്ചിരിക്കുന്നത്. പിന്നെ ആ പേപ്പറൊക്കെ ശരിയായി വന്നത് ഇപ്പോഴാടൂ. ആ ഗുരുദേവ്, പിന്നെ വീട് പുതിയതാണോ പോകുന്നത്? അതോ വേറെ ആരെങ്കിലും ഏൽപ്പിക്കുന്നുണ്ടോ? ഞാനിപ്പോ അതാ ചിന്തിക്കുന്നേ, ആരോപിക്കാനാടൂ. എല്ലാം കള്ളക്കൂട്ടങ്ങളല്ലേ. പിന്നെ ഭാര്യയ്ക്കൊരു ചെക്കപ്പ് കൂടി ഉണ്ട്. അതുകൂടെയൊക്കെ നടത്തിയിട്ട് ഞങ്ങൾ തിരിച്ചു വരുള്ളൂ. അതെന്താ, കല്യാണമൊക്കെ ഉറപ്പിച്ചോ? അതൊന്നും ആയിട്ടില്ലടോ. പിന്നെ അവനൊരു 6 കോടി രൂപ ഒരു ഗതിയോടെ വാങ്ങിച്ചിട്ടുണ്ട്. ഓഹോ, അത് എനിക്കൊന്ന് കാണണം. മോന് കല്യാണം അറിയിക്കാം, പറയരുത് കേട്ടോ. അറിയിക്കാവൂ, ഞാൻ വിളിച്ചോളാം. അതെ അതെ അതെ. അപ്പൊ എല്ലാ യാത്ര ആശംസിക്കും കേട്ടോ. ഓക്കെ 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 മറ്റേ നമുക്ക് കൂടാം. ഓക്കെ 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 ഓക്കെ. നിങ്ങൾ ആരും തിരക്ക് കൂട്ടണ്ട. നിങ്ങൾക്ക് എല്ലാം വേണ്ടുന്ന ആഹാരം എൻ്റെ കയ്യിലുണ്ട്. അമ്മ എവിടെ ഇരിക്കുകയായിരുന്നോ? അല്ല, ഇത് ആരോടാ സംസാരിക്കുന്നത്? മത്സ്യങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് മനസ്സിന് ഒരു സന്തോഷമാണ്. ഞാൻ ഭക്ഷണം കൊടുക്കുന്ന സമയം അവർക്കറിയാം. ഞാൻ അവരുടെ അടുത്തേക്ക് വരുമ്പം എന്തൊരു സന്തോഷമാണെന്നറിയാമോ. ഞാൻ കൊടുക്കുന്നതെല്ലാം അതുപോലൊക്കെ കഴിക്കും. അമ്മാവ ഭക്ഷണം ആടെ നിനക്ക് നീട്ടിയാൽ അവർക്ക് സന്തോഷമായി. ഭക്ഷണം അമ്മാവ എൻ്റെ നേരത്തെ തെറ്റി നോക്കൂ. എനിക്ക് എന്ത് സന്തോഷമെന്നറിയാമോ? എൻ്റെ വയറ് കണ്ടില്ലേ? ഞാൻ ജീവിക്കാൻ വേണ്ടി കഴിക്കുന്നവരല്ല, കഴിക്കാൻ വേണ്ടി ജീവിക്കുന്നവരാണ്. അമ്മാവ എനിക്ക് വിശപ്പ് വന്ന ഭ്രാന്ത. നീ ഇവിടെ എത്തപ്പെട്ടത് ഭാഗ്യം. ഇവിടെ ഭക്ഷണത്തിന് ഒരു ദാരിദ്ര്യവും ഇല്ല. അതുകൊണ്ടല്ലേ 6 വർഷമായിട്ട് ഇവിടെ തന്നെ നിൽക്കുന്നത്. തന്റെ ഭാര്യ മക്കളൊക്കെ എവിടെയാ? ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്ക് മക്കളുമില്ല, ഭാര്യയും. അത് ഭാഗ്യം. ഞാൻ കല്യാണം കഴിച്ച് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ എനിക്കിങ്ങനെ വയറ് നിറച്ച് ആഹാരം കഴിക്കാൻ പറ്റുമോ? താനാണോ യഥാർത്ഥ ഭാഗ്യവാൻ. അമ്മാവ, ഞാൻ ഇവിടെ എത്തിപ്പെട്ടിട്ട് 6 വർഷമായി. മക്കളില്ലാത്തവരെ കാട്ടി ദുഃഖം മക്കളുള്ളവർക്കാണ്. പലരുടെയും അന്ത്യകർമ്മം ഞാനാണ് അവർക്ക് വേണ്ടി ചെയ്തത്. ആര് വിശ്രമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഗോപി സാർ അറിഞ്ഞാൽ എന്നെ ഇനി വഴക്ക് പറയും. സാറ് ധൈര്യമായിട്ടിരിക്കുക. ഇതിനൊക്കെ നമുക്കൊരു പരിഹാരമുണ്ട്. ഒന്നും പറയണ്ട. എൻ്റെ ഭാര്യ മരിച്ചവൻ തൊട്ട് തുടങ്ങിയതാ ഈ വീടും പറമ്പും വിറ്റിട്ട് തിരുവനന്തപുരത്ത് ഫ്ലാറ്റ് വാങ്ങി. ഞാനത് വെച്ചപ്പോ ഈ വീട് വിൽക്കണമെന്ന് മോന്റെ താല്പര്യമാണ്? ഒരിക്കലുമല്ല. പിന്നെ എൻ്റെ മരുമകളുടെ അവളുടെ അച്ഛൻ്റെയും താല്പര്യം. എൻ്റെ ഭാര്യ മരിച്ചതിന് ശേഷം എൻ്റെ ബലം എല്ലാം. അപ്പം വീട് സാധ്യതയില്ലാന്നോ? വീട് എൻ്റെ പേരിലാണ്. സ്വന്തം കുടുംബത്തേക്ക് കയറി വന്നപ്പോഴത്തേന് ഭർത്താവിന്റെ കുടുംബത്തോട്ട് ഒരു താല്പര്യം കാണത്തില്ല. അവളുടെ വീട്ടുകാരോടില്ല, പിന്നെ ഈ ഭർത്താവിന്റെ വീട്. അവൻ്റെ കല്യാണ സമയത്ത് ആ വീടും പുരയിടം കൊടുക്കാമെന്ന് അവർ പറഞ്ഞതാണ്. 15 വർഷമായി. ഞാനൊന്നും ചോദിച്ചിട്ടും ഇല്ല, അവരിതുവരെ ഒന്നും പറഞ്ഞിട്ടുമില്ല. അവരുടെ മകനെയും സത്യത്തിൽ അവൻ ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട്, ഭാര്യയുടെ സ്വത്ത് ആഗ്രഹിക്കുകയേ. അത് ശരി. ഇപ്പോഴേ മരുമോടെ സ്വർണം കട്ടാനെ വിളിച്ച് വീട്ടിക്കൊണ്ടിരുന്ന് തൂക്കി നോക്കുന്ന കാലഘട്ടം. മരുമകളുടെ അച്ഛനാണ്. ഇപ്പോൾ വസ്തുവിൻ്റെ കാര്യത്തിൽ ഇന്നും മറുപടി പറയാമെന്ന് ഞാൻ പറഞ്ഞു. അത് ശരി. സാറ് കാച്ചി ആ പോണിങ്. അതെങ്ങനെ ശരിയാവുന്നത്? അതെ ശരി. ഹലോ. ഇത് സുഹൃത്തുനല്ല, ഇത് അദ്ദേഹത്തിൻ്റെ സുഹൃത്താ. അതേ, ഒരു കാര്യം ഞാൻ പറയാം. നിങ്ങൾ അദ്ദേഹത്തിന് താമസിക്കുന്ന വീട് വിൽക്കാനുള്ള ഏർപ്പാടിലാണല്ലോ. എന്തായാലും നിങ്ങളുടെ താല്പര്യം നടക്കത്തില്ല, മനസ്സിലായോ? ഞാൻ ആരാണെന്നോ? ഞാൻ ആൾ കേരള സീനിയർ സിറ്റിസൺ ഹെൽപ്പ് ഡെസ്കിൻ്റെ പ്രസിഡന്റാണ്. ടൂറിസം ഞങ്ങളുടെ മെമ്പറുമാണ്. പിന്നെ നിയമപരമായിട്ട് നേരിടാനുള്ളതെല്ലാം ഞങ്ങൾ നേരിടും. ആയതുകൊണ്ട് യാതൊരു കാരണവശാലും ഈ വിൽക്കുന്ന കാര്യവും ഈ ബ്രോക്കർമാരെ അങ്ങോട്ട് പറഞ്ഞു വിടാനും പാടില്ല. പറഞ്ഞാൽ മനസ്സിലായല്ലോ? ഇത് ഭാവിയിൽ ഞങ്ങളുടെ ഓഫീസായിട്ട് ഇപ്പോൾ ഉപയോഗിക്കാൻ പോവാ കേട്ടോ. നിങ്ങൾ അദ്ദേഹം മരിച്ച ശേഷം അദ്ദേഹത്തിൻ്റെ മകനെ സ്വത്ത് കിട്ടും. അപ്പം നിങ്ങൾ വന്നാൽ മതി കേട്ടല്ലോ. ഇനി മേലാൽ അദ്ദേഹത്തെ ഈ കാര്യം പറഞ്ഞ് വിളിക്കുകയോ ബുദ്ധിമുട്ടുകയോ ചെയ്യരുത്, മനസ്സിലായല്ലോ?
ഈ സംഘടനയിൽ എപ്പോ തുടങ്ങി? ഇന്ന് ഇപ്പോ ഇവിടെ വെച്ച് കുഴപ്പമുണ്ടോ? സാറൊരു പാവ സാർ. ഇത് ഇങ്ങനെയുള്ള അഹങ്കാരമുള്ളവർക്കൊക്കെ ഇതേ ഇങ്ങനെ വേണോ നേരിടുന്നത്. പറയാൻ മനസ്സിലായോ? സാറ് ധൈര്യമായിട്ട് വയ്ക്കും, ഒന്നും സംഭവിക്കത്തില്ല. അണ്ണാ നല്ലപോലെ തുടങ്ങണേ, അതിനകത്ത് നല്ലപോലെ പോണം. നീ നിന്റെ ജോലി നോക്കണേ, എന്നെ പഠിപ്പിക്കാൻ പറ്റില്ലേ? അന്ന് എന്തിനാ ചൂടാവുന്നത്? ഞാനേ അത് കുറയായിരിക്കാൻ വേണ്ടി പറഞ്ഞതാ. ഒന്നുമില്ലല്ലോ, അണ്ണേക്കാട്ട് സീനിയർ അല്ലേ ഞാൻ. അപ്പൊ എനിക്കത് പറയാനുള്ള ആവശ്യമില്ലേ? സമ്മതിച്ച്, നീ എന്നെക്കാട്ടിലും സീനിയറാണ്. നിനക്ക് ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തോണ്ട് നീ നേരത്തെ വേണം. സമ്മതിച്ച്, ഞാൻ ഒറ്റത്തടി. അണ്ണന് ഭാര്യ മക്കളോ? ഇവിടെയുള്ള എല്ലാവർക്കും ഭാര്യ. അവരെല്ലാം ഇവിടെ കൊണ്ട് തള്ളിയേക്കും. അവരുടെ സ്വത്തുക്കളെല്ലാം എഴുതി വാങ്ങിച്ച് ഇവിടെ കൊണ്ട് തള്ളിയിരിക്കുകയല്ലേ. എന്നാ ആരോ വരുന്നുണ്ട്, ആരെയോ തള്ളാനാണ്. മാനേജർ ഉണ്ടോ? ഞാൻ വിളിച്ചിരുന്നു. അതുകൊണ്ട് ചെറിയ എന്താ കാര്യം? ഇവിടെ ആരെ കാണാനാ വന്നത്? ഇവിടെ ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടോ? ബന്ധുക്കൾ ആരുമില്ല. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ചറിയാൻ വേണ്ടി വന്നതാ. എനിക്ക് വേണ്ടപ്പെട്ട ഒരാൾക്ക് വേണ്ടിയാ. ഇവിടുത്തെ ഫീസും കാര്യങ്ങളും ഒക്കെ ഒന്ന് വിശദമായിട്ട് അറിയാൻ വേണ്ടി വന്നതാ. പിന്നെ ഇവിടെ സ്ത്രീകൾക്ക് അഡ്മിഷൻ കിട്ടുമല്ലോ അല്ലേ? പിന്നെ സ്ത്രീകൾക്ക് പ്രത്യേക സെക്ഷൻ ആണെന്നേ ഉള്ളൂ. നിരവധി അമ്മമാരിവിടെ താമസം. സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേക ഒരു സെക്ഷൻ തന്നെ ഉണ്ട്. ഇവിടെ എത്ര വയസ്സ് തൊട്ടാ അഡ്മിഷൻ? 60 വയസ്സിന് മുകളിലുള്ളവർക്കാണ് ഇവിടെ അഡ്മിഷൻ ഉള്ളത്. അവിടെ മാഡം എന്ത് ചെയ്യും? ഞാൻ ടീച്ചറായിരുന്നു, ഇപ്പോൾ റിട്ടയർ ആയി. ഇവിടെ ഈ അഡ്മിഷനെ ഉദ്ദേശിക്കുന്ന ആൾക്ക് ഭർത്താവും കുട്ടികളൊക്കെ ഉണ്ടോ? ഭർത്താവില്ല, 3 മക്കളുണ്ട്. അവരെല്ലാരും വിവാഹം കഴിച്ചു വിദേശത്ത് സുഖമായി ജീവിക്കും. മക്കളുണ്ടായിട്ടും അവരോടൊപ്പം താമസിക്കാതെ ഈ സ്ഥാപനത്തിൽ വരാനുള്ള കാരണം എന്താ? മക്കൾക്ക് അമ്മ ഒരു ബാധ്യതയായിട്ട് തോന്നിയ എന്ത് ചെയ്യാനാ? സ്വത്തുക്കളൊക്കെ പാകം വെച്ച് കൊടുത്തോ? അവർ നിർബന്ധിക്കും. അവരുടെ താല്പര്യങ്ങളല്ലേ വന്നു. ഒരാൾക്ക് വീട് ലക്ഷം, ഒരു ഭാഗത്ത് MBBS-ന് അഡ്മിഷൻ എടുക്കണം. അതിന് കുറെ പൈസ വേണം. എല്ലാവർക്കും കാറ് വേണം. അടുത്തവന് പിന്നീട് വരും. ഓരോരുത്തർക്കും ഓരോ ആവശ്യങ്ങളല്ലേ. അമ്മക്കെതിരെ ഇത്രയും വലിയ വീടെന്ന് അവര് ചോദിക്കും. ഒരു ചെറിയ വീട് പോലെ അമ്മയ്ക്കുണ്ട്. മാഡം, ഞങ്ങളിതെല്ലാം സ്ഥിരമായിട്ട് കാണും. എല്ലാത്തിനും ഒരു പരിഹാരത്തിന് വേണ്ടിയാണല്ലോ ഞങ്ങൾ ഈ സ്ഥാപനം തുറന്നു വെച്ചിരിക്കുന്നത്. മാഡത്തിന് വേണ്ടിയാണ് അഡ്മിഷൻ ചോദിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. ഭർത്താവ് മരിച്ചതിന് ശേഷം അവർക്ക് ഒരു കുറവും വരുത്താതെയാണ് ഞാൻ അവരെ ഈ നിലയിലെത്തിച്ചത്. ഇപ്പോ ഞാൻ താമസിക്കുന്ന വീട് അവർക്ക് തുച്ഛം. എന്റെ മക്കൾ ഒരു സമാധാനവും തരുന്നില്ല. അമ്മ എവിടെ താമസിക്കണമെന്ന് മക്കൾക്ക് ഒരു ഇതും വേണ്ട. അവർക്കതൊരു വിഷയമല്ല സാറ്. അവസാനം ഞാനൊരു തീരുമാനത്തിൽ വീട് വിൽക്കുക. 4-1 ഷെയർ, ഒരു ഷെയർ എന്തായാലും എനിക്കുണ്ടല്ലോ, അതും വാങ്ങി ഞാൻ ഇവിടെ വന്ന് താമസിച്ചോളാം. ഒന്നുമില്ലെങ്കിൽ എനിക്ക് പെൻഷനെങ്കിലും ഉണ്ടല്ലോ. എന്തെങ്കിലും നിയമോപദേശം വേണമെങ്കിൽ ഞങ്ങൾ തരാം. അവിടെ ധൈര്യമായിട്ട് പോകും. ഇതുപോലെ ഇഷ്ടം പോലെ കേസുകൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുക. അതിനല്ലയോ ഈ സ്ഥാപനം തുറന്നു വെച്ചിരിക്കുന്നേ. അവിടെ സന്തോഷമായിട്ട് വെക്കോ, ധൈര്യമായിട്ട് വെക്കോ കേട്ടോ. ശരി സാർ. ശരി ശരി ശരി, കാണാം. കാണാം. അമ്മാൻ വരുന്നു. ഇപ്പൊ ചോദിക്കും മോൻ വിളിച്ചു വന്നു. ഞാൻ എന്തു മറുപടി പറയാനാ? അവിടെ തന്നെ മോൻ വിളിച്ചായിരുന്നു. വിളിച്ചായിരുന്നു. അവൻ എന്തോ പറഞ്ഞ അടുത്ത ആഴ്ച വരുമെന്ന് പറഞ്ഞു. വിളിച്ചല്ലോ, എനിക്കത് മതി. അവൻ വിളിക്കും. അവനെ ഇനി വന്നാല് ഞാൻ വിടത്തില്ല. മോനെ കണ്ടോണ്ടിരിക്കണം. പിന്നെ ഞാൻ മരിച്ചാലും എനിക്ക് പോണം. അവിടെ ഇച്ചിരി ജോലിയുണ്ട്, ഞാൻ കൊണ്ട് പൊയ്ക്കോട്ടെ.
ആ സാറേ എന്താണ് സാറേ ഞാൻ എത്ര നേരമായിട്ട് കാത്തിരിക്കുകയായിരുന്നു. എന്താ കാര്യം? എവിടെ പോകണ്? സാറേ ആ. എല്ലാവരും പറയും ഇന്ന് വരും നാളെ വരുമെന്ന് എന്റെ പോലെ. ആ. ഞാൻ കാണുന്നില്ല. ആ. പിന്നെ ആ. ഞാനൊന്ന് പോയി വീട്ടിലൊന്ന് തിരക്കിച്ച് വരട്ടെ. പെട്ടെന്ന് ഇങ്ങ് വരാം. ഞാനൊന്ന് പോയി തിരക്കിച്ച് വരാം. ചേട്ടൻ വിഴുന്നാട്ടെ നമുക്ക് ഒരുമിച്ച് പോവാം. ചേട്ടൻ വിഴുന്നാട്ടെ, കാര്യം പറയാം. ഇപ്പൊ മോനെ കാണാൻ പോവാന്നോ? അതെ. അത് വേണ്ട, മോൻ വിളിച്ചായിരുന്നു. അതല്ലേ പറയാനല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നേ. മോനെ എന്തോ ചില വരാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ 2-3 ദിവസത്തിനകം ഇവിടെ വരും കേട്ടോ. ഇവിടെ വന്ന് ചേട്ടനെ കാണും. ചേട്ടനോടൊപ്പം 1-2 ദിവസം ഇവിടെ താമസിക്കും. അതുപോലെ എന്റെ സാറ് പറഞ്ഞ എനിക്ക് വിശ്വാസം. അത് മതി. ആര് പറഞ്ഞാലും എനിക്ക് വിശ്വാസം. ചേട്ടന്റെ കാര്യം ചെയ്യും. ഈ ബാഗൊക്കെ എടുത്ത് ആ മുറി കൊണ്ടുപോയിക്കണം. കണ്ടാ ഇവതെ ചേട്ടനെ കൊണ്ടുപോയി പിന്നെ ആ മുറിയിൽ കൊണ്ടിരുത്ത്. പിന്നെ ഇന്ന് പ്രത്യേകം പായസം ഒക്കെ ഉണ്ട്. അതൊക്കെ കുടിച്ചേച്ച് ഒന്ന് സുഖമായിട്ട് കിടന്നു. രാജേ ഇവന്നേ വാ. നീ ഇത് കണ്ടില്ലായിരുന്നോ ചേട്ടനെ? കാര്യം ചെയ്യ്, മുറി കൊണ്ട് കിടത്തെ. എന്നിട്ട് ആ പായസം ഉണ്ട്, അത് വാങ്ങിച്ചു കൊടുക്കണം കേട്ടോ. ചേട്ടൻ കിടന്നാട്ടെ. മോൻ വരും. ഇങ്ങനെ ഓരോ ജന്മം ഇത് ചെയ്യാറൊപ്പം ആവും. മക്കളൊക്കെ ഇങ്ങനെ ആയ എന്ത് ചെയ്യും? ഇവിടെ കൊണ്ട് കളഞ്ഞേച്ച് പോയി. നമ്മൾ ഈ മക്കളുടെ കാര്യത്തിൽ ഇടപെടാതിരിക്കുന്നതാണ്. നമ്മൾ ആവശ്യമില്ല അവരുടെ ജീവിതത്തിൽ നമ്മൾ ഇടപെട്ടാൽ ഇതങ്ങനെ കഴിയുന്നത് നമ്മൾ അവരുടെ കാര്യത്തിൽ ഇടപെടാൻ. അതെ അത് ശരിയാണ്, വളരെ സത്യമായ കാര്യമാണ് പറഞ്ഞത്. കാര്യം ഇന്നിപ്പോൾ ഒരു ന്യൂ ജനറേഷൻ ട്രെൻഡാണല്ലോ. നമ്മൾ അത്തരം കാര്യങ്ങൾ ഇടപെടാതിരിക്കുന്നതാണ് നമ്മുടെയൊക്കെ ജീവിതത്തിന് വളരെ നല്ലതെന്ന് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു. സത്യം അത്. ഞാനിപ്പോൾ വന്നത് ഒരു കാര്യം പറയാനാണ്. നമ്മുടെ കുറുപ്പുണ്ടല്ലോ, നമ്മുടെ മോചക്കുറുപ്പ്. അയ്യോ, അദ്ദേഹത്തിന്റെ ബന്ധുവിനെ ഞാൻ ഈ ഇടയ്ക്ക് കണ്ടു. ആ വിവരം കൂടെ ഒന്ന് പറയാനാണ് ഞാൻ ഇവിടെ വന്നത്. അയ്യോ, അത് കാര്യമായല്ലോ. ആ ഉറുപ്പൊക്കെ അമേരിക്കയിലേക്ക് പോയില്ല. ഉറുപ്പ് അദ്ദേഹത്തിന്റെ ഭാര്യയുമായിട്ട് അമേരിക്കയിൽ. എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന്റെ ചികിത്സ നിഷ്ഫലമായിരുന്നു. ഇവിടെ വന്നപ്പം ഞാൻ അറിഞ്ഞത് അദ്ദേഹത്തിന്റെ ഭാര്യ മരിച്ചുള്ളൂ. അയ്യോ, ഇതായാലും വലിയ കഷ്ടമായി. അപ്പം നമ്മുടെ ഉറുപ്പദ്ദേഹത്തിന്റെ മകൻ നാട്ടിലുണ്ടോ? മകൻ വന്നില്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് മകള് വന്നില്ലെന്ന്. അവിടെ എന്തോ പ്രശ്നമുള്ളതായിട്ടാണ് ഞാൻ സത്യത്തിൽ ഉറുപ്പ് സാറിന്റെ ഭാര്യയുടെ മരണം നമ്മൾ അറിഞ്ഞിട്ടില്ല. നമുക്ക് അപ്പുറത്ത് പോയാലും കുറച്ച് നാളായി അദ്ദേഹത്തെ കണ്ടു. ആറ് തറവാട്ടിൽ ഒറ്റയ്ക്കാണ്. ഏതോ ഒരു സഹായി ഉണ്ടെന്നാണ് ഞാൻ അറിയാം. നമ്മുടെ നാട്ടിൽ ഏജൻസി ഉണ്ടല്ലോ, പലതരം ഏജൻസികളുണ്ടല്ലോ. ആ റെയിൽവേ ഏജൻസി കൊണ്ടുവന്നായിരിക്കും. അദ്ദേഹത്തിന്റെ ബന്ധുക്കളൊന്നും അടുത്തില്ലയോ? ഫസ്റ്റ് അദ്ദേഹം നല്ല സമയത്തെ ബന്ധുക്കളെ അടുപ്പിച്ച്. ഈ സാമ്പത്തികം വന്നാലേ ബന്ധുക്കളെന്നും ആരും അടുപ്പിക്കാറില്ല. ഉമ്മച്ചക്കുറുപ്പിനെ സംബന്ധിച്ചുള്ള അത് ശരി കൂടുതൽ എന്നും ഈ മനുഷ്യൻ ഒരേ കണക്ക് നിൽക്കും. ഏതായാലും മനസ്സിനൊരു വിഷമമായിപ്പോയല്ലോ ആ ഉറുപ്പിന്റെ ഭാര്യയുടെ മരണം. ഇപ്പോൾ ചെയ്യാനാ. അപ്പൊ എങ്കിൽ പിന്നെ ഞാൻ പോട്ടെ. ശരി ഓക്കെ, കാണാം. സാറെന്നെ വിളിച്ചായിരുന്നു. പിന്നെ ആ വടക്ക് വശത്തെ മുറിയൊക്കെ കൂട്ട് വൃത്തിയാക്കി ഇട്ടോ? മുറി വൃത്തിയാക്കിയിട്ടേക്കെ സാറേ. ഇന്നിപ്പോൾ ആള് വരും. ഇത് വലിയ കപ്പവും സാറേ. ഇതേ വലിയ പാർട്ടിയാണെന്നാണ് തോന്നുന്നത്. നമ്മുടെ എല്ലാ നിബന്ധനകളും അവർ അംഗീകരിച്ചിട്ടുണ്ട്. നമുക്കത് മതി. മക്കൾ വിദേശത്തായിരിക്കും. മക്കളിപ്പോൾ ഗൾഫിലാണെന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമൊന്നും വരത്തില്ല. വല്ല അമേരിക്കയിലോ കാനഡയിലോ യൂറോപ്പിലോ ഒക്കെ ആണെങ്കിൽ പിന്നെ അവരവിടെ സെറ്റിൽ ചെയ്യും. ഇവിടെ വരത്തുമില്ല. അവരൊക്കെ മക്കൾ അവസാനം ഉപേക്ഷിക്കും. ഇവിടെ വന്ന് കിടക്കും. ഇത് തന്നെ അടക്കാൻ പോകും. നമ്മുടെ തോമസ് സാറിന്റെ മകൻ വരുമെന്ന് പറഞ്ഞ് രാവിലെ തൊട്ട് പാവം കാത്തിരിക്കുക സാറേ. ഈ മകൻ തിരിച്ചുപോയി വിവരമേ സാർ അറിഞ്ഞാണ്. സാർ ഇപ്പോഴും ആ പ്രതീക്ഷയോടെ ഇരിക്കുക. ഈ മക്കളൊക്കെ ഇങ്ങനെ ചെയ്തു തുടങ്ങിയാലേ എങ്ങനെ കഷ്ടമാണ്. നമ്മളെങ്ങനെ അദ്ദേഹത്തിന്റെ മുഖത്ത് പോകും? എന്ന് വന്ന് കണ്ടിട്ട് പോയി എന്ത് വരാനാ? ഇനി എത്ര നാൾ കാണും? അതേ മരുമോള് സമ്മതിക്കത്തില്ല. കാരണം പുള്ളിക്കാരൻ കൂടെ വന്ന് കണ്ടാൽ ഒരുപക്ഷെ ഇദ്ദേഹം മകനോടൊപ്പം പോയാൽ അതുകൊണ്ട് ബുദ്ധിപരമായിട്ട് അവൻ ഇവിടെ വരാൻ അവൾ സമ്മതിക്കത്തില്ല. ശരിയാ സാറേ, നമ്മളിത് എത്രയോ കണ്ടിരിക്കും. ആ തോമസാറിന്റെ പേരിൽ ഒരു കൊറിയർ ഒന്നും കിടപ്പോൾ അതിൻ്റെ അകത്തൊരു കത്തും ഉണ്ട്. അത് സാറിൻ്റെ കൊടുക്കണം. പക്ഷേ ഇന്ന് കൊടുക്കണം, നാളെ കൊടുത്താൽ മതി കേട്ടോ. സാറേ അവര് വന്നെന്ന് തോന്നുന്നു. ഞാനത് AC ഓൺ ആക്കട്ടെ. നീ ആ രാജനെ കൂടെ വിളിച്ചോണ്ട് പോകും. ആ ഒറ്റി സാറേ ഇന്നത്തെ കയറി താമസിക്കണത് ഞാൻ ശരിയാക്കിക്കോളാം. നമസ്കാരം. അച്ഛൻ വണ്ടിയിലിരിപ്പുണ്ട്. എല്ലാം
വിശ്വാസമായിട്ട് ഒതുങ്ങിയിരുന്നല്ല. എല്ലാം വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതെ. അതെ, അച്ഛൻ്റെ സമ്മതത്തോട് തന്നെ എടുത്ത തീരുമാനമാണ്. TV നിർബന്ധമാണ്. പിന്നെ നോൺ വെജ് മസ്റ്റ്. ഡെപ്പോസിറ്റ് ചെക്ക് ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. ഈ മാസം തോറുള്ള തുക കൃത്യമായിട്ട് തന്നെ അത് ബാങ്ക് ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അച്ഛനെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചെന്ന് കരുതി പൂർണ്ണമായിട്ട് വീഴ്ച കളിക്കും. തീർച്ചയായും ഞാൻ വന്ന് കണ്ടോളാം ഇടയ്ക്കിടയ്ക്ക്. പിന്നെ ഇപ്പോഴത്തെ സാഹചര്യം ഇങ്ങനെ ആയതുകൊണ്ടാണ്. ഞങ്ങൾക്ക് ഓണം സമയവും. ഓക്കെ, ഞാൻ അച്ഛനെ വിളിച്ചിട്ട് വരാം. എല്ലാവരും ആ ബാലൻസ് എടുത്ത് ഉപയോഗിക്കും. അച്ഛനെ നേരത്തെ പരിചയമുണ്ടോ? പക്ഷേ ഇങ്ങനെ ഒരു അവസരം ഉണ്ടാവും. ഞാൻ ബാഗ് എടുത്തിട്ട് വരാം. ആരിവിടെയായിരുന്നു ജോലി ചെയ്തോണ്ട്. ഞാൻ റിട്ടയർ ചെയ്ത ശേഷം അന്ന് മുതൽ ഇവിടെ ആ ജോലി ചെയ്യും. ഒരു സേവനം അത്രേ ഉള്ളൂ. അയ്യോ എന്താ സാറേ ഇത്, സാറ് വിഷമിക്കൊന്നും വേണ്ട, ഇതെല്ലാം നമ്മൾ അനുഭവിച്ചേ പറ്റും. എനിക്ക് കുറ്റബോധം തോന്നുന്നത് ഇതൊക്കെ നിങ്ങളെയൊക്കെ ഞാൻ പല തവണ ആക്ഷേപിച്ചിട്ടുണ്ട്. എന്റെ മക്കളെ കുറിച്ച് അഭിമാനത്തോടു കൂടി ഞാൻ പറഞ്ഞു. അതിനെന്താ സാറേ ഇപ്പൊ കുഴപ്പം? മക്കളൊക്കെ നല്ല നിലയിലായില്ലയോ, അത് ഭാഗ്യമല്ലേ. എന്റെ മകനെ എഞ്ചിനീയറിങ്ങിന് വിടാതെ അധ്യാപകന്റെ ജോലിക്ക് വിട്ടപ്പോ ഞാൻ കുറ്റം പറഞ്ഞിട്ടുള്ളവരാ. എന്റെ മനസ്സ് പറയുന്നതോ തന്റെ തീരുമാനം നല്ലതെന്ന്. എന്റെ മകനെ എഞ്ചിനീയറിങ്ങിന്റെ റാങ്ക് കിട്ടും ഞാൻ ഒത്തിരി ആഗ്രഹിച്ചു. സാറിപ്പോൾ അതൊക്കെ എന്തിനാ പറയുന്നത്? സാറിൻ്റെ ഭാര്യ മരിച്ച വിവരം വളരെ വൈകിട്ടാണ് ഞങ്ങൾ അറിഞ്ഞത്. ഒടുവിൽ അന്വേഷിച്ചപ്പോൾ സാറ് ട്രിവാൻഡ്രത്ത് ഫ്ലാറ്റിലാണെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് വരാൻ പറ്റിയില്ല. എൻ്റെ ഭാര്യ മരിച്ചതിന് ശേഷം ഈ പൊങ്ങച്ചപ്പുറപ്പ് ഒന്നും അല്ലാതായിടും. എന്തൊക്കെ അതിനെല്ലാം ഉണ്ടായി. അവള് പോയതോടുകൂടി എൻ്റെ മകൻ തുടങ്ങിയത് സാമ്പത്തികമൊക്കെ ഒന്ന് കരുതി കുറെ അലങ്കരിച്ചു. അതിൻ്റെയൊക്കെ ശിക്ഷയാകാം ഇത്. ലഡു സാറൊന്നും വിഷമിക്കണ്ട. സാറിന് പറ്റിയ സുഹൃത്തുക്കളൊക്കെ ഇവിടെ ഉണ്ട്. ഞങ്ങളെല്ലാം സാറിനോടൊപ്പം ഉണ്ട്. നമുക്ക് ഇവിടെ സന്തോഷമായിട്ട് കഴിയും. ഓക്കെ, സാറ് സമാധാനമായിട്ടിരിക്കും. എടോ, ഞാൻ എടുത്ത എല്ലാ തീരുമാനങ്ങളും തെറ്റായിരുന്നു.
ഇനി എനിക്ക് ഇതിനൊന്നും ആവശ്യമില്ല. ഇപ്പോൾ നേരത്തെ കൊടുത്തു തോറ്റുപോയി. ആരെടുത്ത് തീരുമാനമാ ശരി. മക്കളെ ദേശത്തേക്ക് വന്നാതെ നമ്മോടൊപ്പം ചേർന്ന് നിർത്തിയിരുന്നെങ്കിൽ എന്റെ ഗതി വരും. ഇത് മറ്റുള്ളവർക്കൊരു പാഠവും. എന്തായാലും അച്ഛന്റെ സുഹൃത്തുക്ക തന്നെ വന്നല്ലോ, എനിക്ക് സമാധാനമായി. താങ്കൾ ധൈര്യമായിട്ട് വയ്ക്കോ, സാറ് ഞങ്ങളുടെ ആടാ, ഞങ്ങൾ നോക്കിക്കോളാം. ഇതെന്ത് പറ്റി ഇതൊക്കെ ഊരി വെച്ചേക്കുന്നേ? ഓ, അതൊന്നും സാറിന് ഇനി വേണ്ടാന്ന്, അതുകൊണ്ട് എല്ലാം കൂടെ ഊരി വെച്ചതാ. അമ്മ ചെയ്തു കൊടുത്തതാ, ഇതേ ഒരു അച്ഛൻ ഊരിയിട്ടില്ല. അച്ഛാ എന്ത് ചെയ്യാനാ? അച്ഛാ അച്ഛാ മാല എന്തിനാ ഊരിയേ? നീച്ചേ നീച്ചേ. അച്ഛാ 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 അച്ഛാ, സാറോ സാറേ, അച്ഛാ സാറേ, സാറേ, അച്ഛയാ സാറേ, സാറേ, സാറ്